നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് പോകണം. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, എല്ലാ കാലത്തും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉറച്ച നിലപാട് സ്വീകരിക്കുന്നവരാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ മാത്രമല്ല, ലോകത്ത് പല സ്ഥലത്തും ഇടതുപക്ഷത്തിൻ്റെ ഒരു നിലപാട് തന്നെ അത്തരം നിലപാടാണ്. അങ്ങനെ ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് പറയുന്നത് പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് മതവികാരം വ്രണപ്പെടുത്തുന്നതാണ്, ഏത് മതത്തിൻ്റെ ആയാലും ഭക്തിഗാനത്തിലൊന്നും പാരടി ഉണ്ടാക്കരുത്, അത് ആ മതക്കാർക്ക് വലിയ വിഷമം ഉണ്ടാക്കുമെന്നൊക്കെ. ഇതൊക്കെ ഒരു ഇടതുപക്ഷ നിലപാടായി കാണാൻ കഴിയുമോ? ഒരിക്കലുമില്ല, ഇടതുപക്ഷ നിലപാടല്ല ഇത്. ഹിന്ദുക്കളെ തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ രാജ്യസഭാമിന്റെ ജില്ലയിലുള്ള പത്മകുമാർ ജില്ലാ സെക്രട്ടറി മെമ്പറാണ്. ഈ ജില്ലാ സെക്രട്ടറി അയാളെ തോളത്തിരുന്നിട്ട് ആ സ്വർണം കെട്ടപ്പം കുഴപ്പമുണ്ടായില്ല. അന്നേരം അയ്യപ്പന്റെ ഭക്തർക്ക് വിഷമവും ഇല്ല, ഒന്നുമില്ല. അറ്റ്ലീസ്റ്റ് അയാളെ ഒന്ന് പുറത്ത് സസ്പെൻഡെങ്കിലും ചെയ്തുകൂടായിരുന്നു. അതുപോലെ ആ ജില്ലാ സെക്രട്ടറിക്ക് പറ്റിയില്ലല്ലോ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞ പിണറായി വിജയൻ, ഈ നമ്മളെ അടാർലവിൽ മാണിക്യമലരെ എന്നുള്ള ആ പാട്ട് ഇറങ്ങിയപ്പോ ഈ പിണറായി വിജയൻ തന്നെ പറഞ്ഞാണ് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് അതെന്ന് പറഞ്ഞാണ് ഹൈദരാബാദിലെ മുസ്ലിം സംഘടനകൾ പ്രശ്നം ഉണ്ടാക്കിയപ്പോ. അങ്ങനെ പറഞ്ഞ പിണറായി വിജയന്റെ പാർട്ടി ഇന്ന് ഹിന്ദുക്കളെ തിരിച്ചു പിടിക്കുക, അയ്യപ്പന്റെ പേര് പറഞ്ഞ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഈ നാടകം വെറും നാണം കെട്ട നാടകം. തോറ്റത് എന്താണെന്ന് കൂടെ മനസ്സിലാക്കുക. പിന്നെ ഈ പാട്ട് സാധാരണ ജനങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറില്ല. പക്ഷെ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറും. അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിലും ഇത് വരും. അതുകൊണ്ടാണ് നേരത്തെ തന്നെ കരുണാകരന്റെ കുറിച്ച് അയ്യപ്പനെ കുറിച്ചുള്ള പാട്ടാണ് ഉണ്ടായിരുന്നത്. മെല്ലെ പോ അയ്യപ്പ എന്നുള്ള പാരഡിയായിട്ട് അതൊന്നും ഒരു കൈരളിക്കാനൊന്നും ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ഒരുപാട് കരുണാകരനെ കുറിച്ച് മാത്രമല്ല, ഒട്ടുമിക്ക കുറിച്ച് മാത്രമല്ല, അങ്ങനെ ഒരുപാട് പാട്ടുകളൊക്കെ പാരഡി പാട്ടുകൾ അതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അതെ അതെ അങ്ങനെയുള്ളപ്പോ ഇവർ ഇതിൽ നാണം കെട്ടുപോയേ ഉള്ളൂ. കാരണം ഹിന്ദുക്കളെ തിരിച്ചു പിടിക്കുക, ഞങ്ങൾ അയ്യപ്പന്റെ കൂടെ ആണെന്ന് പറഞ്ഞ് തിരിച്ചു പിടിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ അയ്യപ്പന്റെ എത്ര വേദനയുള്ളവര് അവിടുത്തെ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് അവിടെ സ്ത്രീകളെ കയറ്റിയില്ലേ? അതെന്താ കുഴപ്പമുണ്ടായില്ലേ? കോടതി എന്ത് വിധി ആയിക്കോട്ടെ, അത് അന്ന് അവിടെ തടസ്സം ആരാണ്? ഈ CPM എന്നല്ലേ ബിന്ദു അമ്മണിനെ അവരെ കയറ്റാൻ നിന്നത്. അന്ന് അയ്യപ്പന് വിഷമം ഉണ്ടായില്ല. ഈ ഭക്തരെ മൊത്തം കേസ് കൊടുത്ത് കേസിലാക്കി ഇന്നും കോടതികൾ കയറി. സന്തോഷ്, ഭക്തര് ഒന്നുമല്ല അന്ന്, ഭക്തർ മാത്രമൊന്നും അല്ല അന്ന് സമരം നടത്തിയ ആളുകളൊക്കെ ആ സമയത്ത് പലതരത്തിലുള്ള അക്രമമായി രംഗത്തിറങ്ങിയ ആളുകൾക്കെതിരെയൊക്കെ കേസ് വരിക സ്വാഭാവികമാണ്. അങ്ങനെയൊക്കെ കേസ് വരാതെ കേസ് എടുക്കാതിരിക്കാൻ പറ്റുമോ പോലീസിന്? സാറേ, മുതലെടുപ്പിന് അവസരം ഒരുക്കിയതാരാണ്? അല്ല, ആരും ഒരിക്കലും ഞാൻ പറഞ്ഞത് അന്ന് സമരം നടന്നതൊക്കെ ഈ ഭക്തരൊന്നും അല്ല സമരം നടന്നത്. ഭക്തരാരും കയ്യിൽ നെയ്ത്തേങ്ങ എടുത്ത് മറ്റുള്ളവരുടെ നെഞ്ചത്തെറിയാനും ഒന്നും നിൽക്കില്ലല്ലോ. അതൊക്കെ ആരാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിലൊന്നും കാര്യമില്ല. കേസൊക്കെ വരും, സ്വാഭാവികമായിട്ട്. നിങ്ങൾ ന്യായമായ സമരം നടത്തിയാലും കേസ് വരും. സാർ, ഈ ഭക്തി കൊണ്ടാണോ ഇപ്പൊ ഇവര് ഈ അയ്യപ്പന്റെ പേരിൽ പൂങ്കണ്ണീർ ഒഴിക്കുന്നത്? അല്ലല്ലോ. ഇത് ജനങ്ങളെ ഈ സ്വർണ്ണക്കൊള്ള അത് ശരിക്കും ബാധിച്ചിട്ടുണ്ടെന്ന് ശരിക്കും മനസ്സിലായി. അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സന്തോഷ്. ബാലനാണ് പാലക്കാട് നിന്ന്. ശ്രീ ബാലൻ, ഈ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് മതവികാരം വ്രണപ്പെടുമെന്ന് ഏതെങ്കിലും ഒരു തീവ്ര മൗലികവാദികൾ പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ആളുകളൊക്കെ പരാതി കൊടുക്കുകയും പറയുകയും ഒക്കെ ചെയ്തു. ഏത് മതമായാലും അങ്ങനെയൊക്കെയുള്ള മൗലികവാദികൾക്ക് ഒരു സ്വഭാവമാണ്. പക്ഷേ CPM പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ജില്ലാ സെക്രട്ടറി അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതിനെ താങ്കൾ എങ്ങനെ കാണുന്നു?